പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സെൻറ്റൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ബേസിക് ഘടന സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് കോമ്പിനേഷൻ ആണെന്ന്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ ഘടനയ്ക്ക് പുറമെ എങ്ങനെയൊക്കെ സെൻറ്റൻസുകൾ നിർമ്മിക്കാമെന്നാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ചില ഉദാഹരണങ്ങൾ. 1. ഷീ റൺസ്. ഇതൊരു സിമ്പിൾ സ്ട്രക്ചറാണ്. ഇതിന് ജസ്റ്റ് ഒരു സബ്ജക്റ്റും വേർബും മാത്രം. ഇത് സബ്ജക്റ്റ് വേർബ് കോമ്പിനേഷനാണ്. 2. സബ്ജക്റ്റ് വേർബ് കോംപ്ലിമെൻറ്റ്, SVC. ഒരു കോംപ്ലിമെൻറ്റ് സബ്ജക്റ്റിനെ കുറിച്ചോ ഒബ്ജക്റ്റിനെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. ഇതൊരു ആഡ്ജക്റ്റീവോ നൗണോ ആയിരിക്കാം. എക്സാമ്പിൾ, ഹീ ഈസ് എ ടീച്ചർ. നൗൺ കോംപ്ലിമെൻ്റ് ആണ്. 3. സബ്ജക്റ്റ് വേർബ് അഡ്വേർബ്, SVA. ഒരു സെൻറ്റൻസ് ഉദാഹരണത്തിന് നോക്കാം. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഷീ സബ്ജക്റ്റാണ്, ബ്യൂട്ടിഫുള്ളി ഒരു അഡ്വേർബാണ്. വേർബ് സിങ്സിനെ ഇത് മോഡിഫൈ ചെയ്യുന്നു. ഹൗ ഷീ സിങ്സ് എന്ന് വിവരിക്കുകയാണ് ബ്യൂട്ടിഫുള്ളി എന്ന അഡ്വേർബ്. ഈ സെൻറ്റൻസിൽ അഡ്വേർബായി പ്രവർത്തിക്കുന്നു. അഡ്വേർബ് കോംപ്ലിമെൻ്റായി ഇവിടെ പ്രവർത്തിക്കുന്നില്ല. 4. സബ്ജക്റ്റ് വേർബ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്, SV, IO, DO. ഈ കോമ്പിനേഷനിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉൾപ്പെടുന്നു. ഇതെങ്ങനെയാണെന്ന് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്ന ആളോ വസ്തുവോ. ദ പേഴ്സൺ ഓർ തിങ് പെർഫോമിങ് ദ ആക്ഷൻ. വേർബാണ് പ്രവർത്തനം നടപ്പിലാക്കുന്നത്. ദ ആക്ഷൻ ബീങ് പെർഫോംഡ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് നടപടി അല്ലെങ്കിൽ പ്രവർത്തനത്തെ സ്വീകരിക്കുന്ന വസ്തുവിനെ അല്ലെങ്കിൽ കാര്യത്തിനെയാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സ്വീകരിക്കുന്ന വ്യക്തിയെ വസ്തുവിനെയാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായി കാണുന്നത്. ഇനി ഉദാഹരണം നോക്കാം. ഷീ ഗേവ് ഹിം എ ഗിഫ്റ്റ്. ഷീ സബ്ജക്റ്റാണ്, പ്രവൃത്തിയാണ് ഇന്ന്. ഷീ ഈസ് ദ സബ്ജക്റ്റ് പെർഫോമിങ് ദ ആക്ഷൻ. ഗേവ് കൊടുത്തു എന്ന പ്രവർത്തനത്തെ വിവരിക്കുന്ന വേർബാണ്. എ ഗിഫ്റ്റ് എന്നത് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്, നൽകപ്പെടുന്ന വസ്തു. ഹിം ആണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, സമ്മാനം സ്വീകരിക്കുന്ന വ്യക്തി. 5. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ആഡ്വേർബ്, SVOA. ഈ ഘടനയിൽ ഒരു അഡ്വേർബോ ആഡ്വേർബിയൽ ഫ്രേസോ ഒബ്ജക്റ്റിന് ശേഷം ചേർക്കുന്നു. ദിസ് സ്ട്രക്ചർ ആഡ്സ് an adverb or adverbial phrase after the object. Example, she placed the book on the table. Subject she, verb placed, object the book, adverbial phrase on the table. 6. Subject verb object complement, SVOC. കോംപ്ലിമെൻ്റ് ഒബ്ജക്റ്റിനെ വിവരിക്കുന്നു അല്ലെങ്കിൽ പുനർനാമകരണം ചെയ്യുന്നു. എക്സാമ്പിൾ, ദൈ എലക്റ്റഡ് ഹെയർ പ്രസിഡൻറ്റ്. സബ്ജക്റ്റ് ദൈ, വേർബ് എലക്റ്റഡ്, ഒബ്ജക്റ്റ് ഹെയർ, കോംപ്ലിമെൻ്റ് പ്രസിഡൻറ്റ്. ഈ സെൻറ്റൻസിൽ പ്രസിഡൻറ്റ് എന്നത് ഒരു കോംപ്ലിമെൻ്റാണ്. അത് വിവരിക്കുന്നത് ഒബ്ജക്റ്റായ ഹെയറിനെയാണ്. ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റിൻ്റെ നല്ല ഉദാഹരണമാണിത്. 7. സബ്ജക്റ്റ് വേർബ് പ്രിപ്പോസിഷണൽ ഫ്രേസ്, SVPP. എക്സാമ്പിൾ, ഹീ സിറ്റ്സ് ഓൺ ദ ചെയർ. ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് പ്രവർത്തനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. എ പ്രിപ്പോസിഷണൽ ഫ്രേസ് പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ആക്ഷൻ. പ്രിപ്പോസിഷണൽ ഫ്രേസ് ഓൺ ദ ചെയർ എന്നത് എവിടെയാണ് ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം നടക്കുന്നത് എന്ന് നമ്മോട് പറയുന്നു.
അവൻ ഇരിക്കുമ്പോൾ അവൻ്റെ ലൊക്കേഷനും വിവരിക്കുന്നു. ഇപ്രകാരം സെൻറ്റൻസ് എലിമെൻസിൻ്റെ വിവിധ കോമ്പിനേഷൻ ഉപയോഗിച്ച് വാക്യങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ആശയവിനിമയത്തിൽ ഫ്ലെക്സിബിലിറ്റി പ്രദാനം ചെയ്യുന്ന വ്യത്യസ്ത തലത്തിലുള്ള സങ്കീർണതയും ഊന്നലും സ്റ്റൈലും ഉള്ള സെൻറ്റൻസുകൾ സൃഷ്ടിക്കാൻ ഇപ്രകാരമുള്ള രീതികൾ സഹായിക്കുന്നു. ഈ രീതികൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ സാധിക്കും. വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.